നമുക്കൊരു ഗെയിം നോക്കാം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. മോർഫിയുടെ ഗെയിമാണ്. മോർഫിയുടെ ഒപ്പേറ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. അപ്പൊ ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഒരു മേറ്റിംഗ് പാറ്റേൺസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പേറ മേറ്റിംഗ് പാറ്റേൺ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഒരു പ്രാവശ്യം? ഒപ്പേറ മേറ്റ്. ആ ഒപ്പേറ മേറ്റ് ഉണ്ടായത് ഈ ഗെയിമിൽ നിന്നാണ് ആ പേര് വന്നേക്കുന്നത്, ഒപ്പേറ മേറ്റിന്. ഇവിടെ വൈറ്റ് മൂവ് ആണ്. വൈറ്റ് മൂവ് E4 ആണ് കളിച്ചിരിക്കുന്നത്. ബ്ലാക്ക് E5, നൈറ്റ് F3, D6. D6 ആണ് കളിച്ചിരിക്കുന്നത്. അപ്പോ ഇതിന് പറയുന്നത് ഫിൽഡോർ ഗെയിമാണ്. ഫിൽഡോർ ഗെയിം. ഫിൽഡോർ പൊസിഷൻ എന്ന് പറയുന്നത് വേറെയാണ്. ഇത് ഫിൽഡോർ ഓപ്പണിംഗ് ആണ് കേട്ടോ. ഗെയിം എന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിൽഡോർ പൊസിഷൻ എല്ലാവരും പഠിച്ചു കാണത്തില്ല. അയാൻ പഠിച്ചു കാണും അല്ലേ? ഫിൽഡോർ പൊസിഷൻ പഠിച്ചു. 3 തരത്തിലുള്ള ഫിൽഡോർ പൊസിഷൻ ഉണ്ട്. എൻ ഗെയിമിലാണ് വരുന്നത്. അത് റൂക്കും പോണും വെച്ചിട്ടുള്ളതുകൊണ്ട്, റൂക്കും ക്യൂനും വെച്ചിട്ടുള്ളതുകൊണ്ട്, റൂക്കും ബിഷപ്പും വരുന്നുണ്ട്. 3 ഫിൽഡോർ പൊസിഷൻ ഉണ്ട്. അപ്പൊ ഇത് ഫിൽഡോർ പൊസിഷൻ അല്ല, ഇത് ഫിൽഡോർ ഡിഫൻസ് കേട്ടോ. റൂക്കിനെ പഠിപ്പിച്ചിട്ടു. യെസ്. അപ്പൊ ഇത് ഫിൽഡോർ ഡിഫൻസ് ആണ്. അത് ഓപ്പണിംഗ് ആണ്. ഫിൽഡോർ ഡിഫൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്. മറ്റേത് 3 എൻ ഗെയിം ആണ്. അപ്പൊ ഇവിടെ വൈറ്റിന്റെ ബെസ്റ്റ് മൂവ് എന്തായിരിക്കും? വൈറ്റിന്റെ ബെസ്റ്റ് മൂവ് നിങ്ങളാണ് എന്ത് കളിക്കും വൈറ്റില്? ബിഷപ്പ് C4 അല്ലേ? ഇവിടെ ബിഷപ്പ് C4 അല്ല കളിച്ചിരിക്കുന്നത്. ഇവിടെ D4 ആണ് കളിച്ചത്. D4 അവര് സെന്റർ ചലഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ D4 കളിക്കാം. വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നൈറ്റ് കൊണ്ട് വെട്ടാമല്ലോ. വെട്ടിയാൽ നമുക്ക് നൈറ്റ് കൊണ്ട് വെട്ടി നൈറ്റ് സെന്ററിലേക്ക് വരും. അപ്പൊ നൈറ്റ് വന്ന് സെന്ററിൽ ഇരിക്കാൻ പറ്റിയ നല്ലതാ. സെന്ററിൽ വന്നിരിക്കും. പിന്നെ അവർ ഈ പോണൊക്കെ ഈ പോൺ പുഷ് ചെയ്ത് എന്ത് പറ്റും? ഇപ്പൊ നമ്മൾ ഇതിനെ വെട്ടി നൈറ്റ് വെട്ടി ഈ പോണിനെ വെട്ടി ബാക്ക്വേർഡ് പോണുണ്ടാവും. ഇത് മോശമാ. ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബാക്ക്വേർഡ് പോണാ. പിന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കളിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അത് മോശം. ആ മൂവ് മോശം. അത് വൈറ്റിന് അഡ്വാൻറ്റേജ് കിട്ടുന്ന മൂവാ. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ അവർ വെട്ടാറൊന്നുമില്ല. വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടും. അപ്പൊ ഇവിടെ വന്ന് പിൻ ചെയ്തു. ഇതിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഐഡിയ എന്തായിരിക്കും? ഇത് കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്യൂൺ കൊണ്ട് നമ്മൾ വെട്ടേണ്ടി വരും അല്ലേ? ക്യൂൺ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അപ്പം വേണമെങ്കിൽ നൈറ്റ് ഇട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഐഡിയ. അങ്ങോട്ട് വെട്ടി. ആദ്യം ക്യൂൺ വെച്ച് വെട്ടിയിട്ട് പിന്നെ ആ പോണിനെ വെട്ടിയാക്കല്ലേ വെട്ടുവാണെങ്കിൽ. വെട്ടിയപ്പോ ക്യൂൺ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം അവർ നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യും. ക്യൂൺ കൊണ്ട് വെട്ടിയ നൈറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്തില്ല. ഒരു മൂവ് അവർക്ക്, ഒരു ടെമ്പോ അവർക്ക് കിട്ടത്തില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആദ്യം ക്യൂൺ കൊണ്ട് വെട്ടാത്തത്. ഈ നൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ക്യൂൺ കൊണ്ട് വെട്ടത്തില്ല. ഈ നൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂൺ കൊണ്ടല്ല വെട്ടുന്നത്. ക്യൂൺ കൊണ്ട് വെട്ടത്തില്ല. നൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യൂൺ വെച്ച് വെട്ടുന്നത് നല്ലതാ. നൈറ്റ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ക്യൂൺ സെന്ററിലേക്ക് വരുന്നത് നല്ലതാ. ഈ നൈറ്റ് ഇവിടെ ഉള്ളപ്പം ക്യൂൺ അവിടെ വരുന്നത് നല്ലതല്ല. അപ്പൊ ഇത് പുഷ് ചെയ്തു, ഇൻ ചെയ്തു, അങ്ങോട്ട് വെട്ടി. ഇനി തിരിച്ചു വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ക്യൂനിന്റെ ക്യൂൺ വെട്ടാം. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ആർക്കാ? അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ ക്യൂനിന്റെ ക്യൂൻ വെട്ടിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ നോക്കണം. നമ്മൾ ക്യൂനിന്റെ ക്യൂൻ വെട്ടിയെടുക്കാം. പക്ഷെ വെട്ടുന്ന സമയത്ത് ആരുടെ പീസാണ് കൂടുതൽ ഡെവലപ്പ് ആയിരിക്കുന്നത് നോക്കണം. അപ്പം ക്യൂനിന്റെ ക്യൂൻ വെട്ടി ബ്ലാക്കിന്റെ ക്യാൻസലിംഗ് പോയി. പക്ഷെ ബ്ലാക്കിന്റെ പീസ് ഒക്കെ ഡെവലപ്പ് ആണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് മോശമായിട്ട് വരും. അതുകൂടെ ശ്രദ്ധിക്കും. ഇനി രണ്ടു വശം പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവർ ഇതിനെയാണ് വെട്ടിയത് അല്ലേ? ഇതിനെ വെട്ടി നമ്മൾ എന്തുകൊണ്ട് വെട്ടും? ഫോൺ കൊണ്ടാണ് വെട്ടുന്നത്. എന്തുകൊണ്ടാ ക്യൂൺ കൊണ്ട് വെട്ടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഫോൺ കൊണ്ട് വെട്ടുന്നത്? ഡബിൾഡ് പോൺ ആകത്തില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കിങ് സൈഡ് വീക്ക് ആവുകയും ചെയ്യും. ഈ പോൺ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിങ് സൈഡ് എല്ലാം വീക്ക് ആയി പോകത്തില്ലേ? അപ്പൊ ഇവിടെ ഡബിൾഡ് പോൺ, ഈ ഡബിൾഡ് പോൺ ചിലപ്പോൾ വെട്ടിക്കഴിയുമ്പോൾ മാറുമായിരിക്കും അല്ലേ? അപ്പൊ അത് നല്ലതല്ല. അത് ബിഷപ്പ് കൊണ്ട് ക്യൂൺ കൊണ്ട് വേണം വെട്ടാനായിട്ട് കേട്ടോ. ക്യൂൺ കൊണ്ട് വെട്ടി ക്യൂൺ ആദ്യം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾഡ് പോൺ ആകുന്നില്ലല്ലോ. അപ്പൊ ക്യൂൺ വെച്ച് വെട്ടുന്നതാണ് നല്ലത്. ക്യൂൺ കൊണ്ട് വെട്ടി. ഇനിയിപ്പോ ഈ സാധാരണ ഞാനിപ്പോ പറയാറുണ്ട് ക്യൂൻ ആദ്യം കളിക്കരുതെന്ന് പറയും. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ക്യൂൻ ഇതേപോലെ കളിച്ചു കഴിഞ്ഞാൽ അടുത്ത കളിയിൽ എന്ത് ചെയ്യുന്നറിയോ? അത് തിരിച്ചു പോയി ഇവിടെ വന്നിരിക്കും. അങ്ങനെ ഇതുകൂടാ. ഓൾറെഡി നമ്മളവിടെ കളിച്ചു വെച്ചിരിക്കേ. വന്നാ വെട്ടും. അല്ല ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അത് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടുന്ന് വീണ്ടും മാറിയിട്ട് തിരിച്ചൊക്കെ വരും ചിലര്. അപ്പൊ അങ്ങനെ തിരിച്ചൊന്നും വരരുത്. ക്യൂൻ കളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോട്ടെ. ഇനി എന്തെങ്കിലും ത്രെട്ട് വന്നാൽ മാറ്റിയാൽ മതി അതിനെ. ഇനിയിപ്പോ അടുത്തത് അവര് കളിച്ചത് ഇതാണ്. ഇത് കളിച്ചിട്ട് ഇവിടെ ഒരു ത്രെട്ട്, F7 ത്രെട്ട്, സ്കോളാർ മേറ്റിനുള്ള ത്രെട്ടാ. യെസ്. അവർ നൈറ്റ് കൊണ്ട് ഡിഫെൻഡ് ചെയ്തു. കാര്യം ഇതാണ് ബെസ്റ്റ് ഡിഫൻസ് അല്ലേ? നൈറ്റ് കൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താന്ന് വെച്ചാല് ഒരു പീസ് ഡെവലപ്പ്
ആ പിന്നെ H5 അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യും. H5 അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യും. യെസ്. ഒരു പീസ് ഡെവലപ്പ് ആകും. പിന്നെ നമുക്ക് വേണേൽ ബിഷപ്പ് കൂടെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാക്കിന് ബിഷപ്പ് കൂടെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കാസ്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒപ്പോണന്റെ കിങ് മിഡിലാണേ. ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഭാരതിക്ക് അയാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കിങ്ങിന്റെ മിഡില് സാരംഗിനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം കിങ്ങിന്റെ മിഡില്. ഓക്കെ, അപ്പൊ കിങ് മിഡിൽ വരുമ്പോ ശ്രദ്ധിക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കിങ് മിഡിലാണ് വന്നു നിൽക്കുന്നത് കണ്ടോ? കിങ് മിഡിലാണ്. കിങ് മിഡിൽ വരുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഗെറ്റ് ആക്സസ് ടു ദ കിങ്. കിങ്ങിന്റെ അടുത്തോട്ട് മേറ്റിംഗ് പാറ്റേൺസ് ഒക്കെ നമ്മൾ നോക്കും. യെസ്, എല്ലാ പീസുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഈ സമയത്ത്. അതല്ലാതെ നമ്മൾ ഒരു പീസോ 2 പീസും കൊണ്ട് കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലരുത്. പീസുകൾ നമ്മൾ ക്വിക്കായിട്ട് ഡെവലപ്പ് ചെയ്യണം, പെട്ടെന്ന് കളിയിലേക്ക് കൊണ്ടുവരണം. യൂസ് കോമ്പിനേഷൻ ആസ് എ വെപ്പൺ. കോമ്പിനേഷൻസ് നമ്മൾ വെപ്പണായിട്ട് ഉപയോഗിക്കണം. പ്രധാനപ്പെട്ട കോമ്പിനേഷൻ ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാക്ടിക്സ് ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും, അറ്റാക്കിംഗ് ദ കിങ്. എലിമിനേഷൻ ഓഫ് ഡിഫൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടാക്ടിക്സാ. അറ്റാക്കിംഗ് ദ കിങ്, കിങ് ഇൻ ദ മിഡിൽ, അതേപോലെ തന്നെ പോൺ പ്രൊമോഷൻ, ഇത് പാസ്ഡ് പോൺ. ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലിമിനേഷൻ ഓഫ് ഡിഫൻസ് നമ്മൾ ഓർത്തോണം. എത്ര തരത്തിലാണ് എലിമിനേഷൻ ഓഫ് ഡിഫൻസ് ഉള്ളത്? എയിമിംഗ്, ലൂറിംഗ്, ചേസിംഗ് അവേ, പ്രിപ്പറേറ്ററി മൂവ് അല്ലേ? എയിമിംഗ് ഒക്കെ പ്രിപ്പറേറ്ററി മൂവ് അല്ലേ? ടാർഗറ്റിംഗ്, എലിമിനേഷൻ ഓഫ് ഡിഫൻസ് അതും പ്രിപ്പറേറ്ററി മൂവാ. അതെല്ലാം പ്രിപ്പറേറ്ററി മൂവാ. ലൂറിംഗ് ഉണ്ട് അതിനകത്ത്. ചെറിയതൊക്കെയാ. ഫസ്റ്റ് എന്തായിരുന്നു? ആദ്യത്തെ എന്താ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ എന്ത്? എലിമിനേഷൻ ഓഫ് ഡിഫൻസിൽ ആദ്യത്തെ ഫസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞു. ക്യാപ്ചറിങ്. അതാണ് ഫസ്റ്റ് ഏറ്റവും സിമ്പിൾ. ക്യാപ്ചറിങ് കഴിഞ്ഞാൽ പിന്നെ എന്താ? ചേസ്. അറ്റാക്കിങ്. അതിനാണ് ചേസ്. പിന്നെയാണ് ലൂറിംഗ്. അപ്പൊ ഇത് 3 സാധാരണ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് 3 പിന്നെയാണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് 2 എന്തൊക്കെയാ? പിന്നെ അടുത്ത എലിമിനേഷൻ ഓഫ് ഡിഫൻസ് എന്തൊക്കെയാ? മറന്നല്ല, ഇന്റർഫിയറിംഗ്. എലിമിനേഷൻ ഓഫ് ഡിഫൻസ് ബൈ ഇന്റർഫിയറിംഗ്. പിന്നെന്താ? ബ്ലോക്കിങ്ങും ഇന്റർഫിയറിംഗും രണ്ടാ നമ്മൾ പഠിച്ചായിരുന്നു. ബ്ലോക്കിംഗ് എന്താണ്, ഇന്റർഫിയറിംഗ് എന്താണെന്ന് അല്ലെ? 2 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ സാധാരണ ഡിഫൻസിനകത്ത് നമ്മൾ ബ്ലോക്കിങ്ങും ഇന്റർഫിയറിംഗും പറയുന്ന ഒരേ കാര്യത്തിന് തന്നെ പറയുന്നത്. ഡിഫൻസ് പറയാൻ നേരത്ത് നമ്മൾ ബ്ലോക്കിംഗ് എന്ന് ചിലപ്പോൾ പറയും, ചിലപ്പോൾ ഇന്റർഫിയറിംഗ് എന്ന് പറയും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അത് രണ്ടും ഒരേ കാര്യത്തിന് തന്നെ പറയുന്നത്. പക്ഷെ എലിമിനേഷൻ ഡിഫൻസിൽ രണ്ടും 2ആണ്. ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് വേറെയാണ്, പിന്നെന്താ ഇന്റർഫിയറിംഗ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പൊ ഇവിടെ ഒപ്പണന്റ് കിങ് മിഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പീസുകൾ എല്ലാത്തിനും കളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ അതിനൊരു അറ്റാക്കും ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കിങ് മിഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പോണന്റിനെ അത് കാസ്ലി ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. കാസ്ലി ചെയ്ത് കഴിഞ്ഞാൽ പണിയാ. എന്തെങ്കിലും ടാക്ടിക്സ് ഉപയോഗിച്ച് നമുക്ക് കാസ്ലിംഗ് നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു കാര്യം. പിന്നെ ഇത് എന്ത് അഡ്വാൻറ്റേജ് ആണ്? ഇംബാലൻസ് പഠിച്ചവർ പറഞ്ഞേ, ഇത് എന്ത് തരം പിന്നെ ഇംബാലൻസ് ആണ് ഇവിടെ? ഡൈനാമിക് ഇംബാലൻസ് ആണ്. അപ്പം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഇംബാലൻസ് ആണ്. ഡൈനാമിക് ഇംബാലൻസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കത്തില്ല. അപ്പൊ ഇവിടെ എത്രയും പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡെവലപ്പിംഗ് ചെയ്യുന്ന മൂവൊക്കെ ഇപ്പൊ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ കാസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ട് കളയും. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഫോഴ്സ്ഡ് മൂവ് ഉണ്ടോ നോക്കണം. അതേപോലെ തന്നെ പീസിനെ കളിയിലേക്കും കൊണ്ടുവരണം. രണ്ടും വേണം. അപ്പം QB3 തന്നെയാണ് ഫോഴ്സ്ഡ് മൂവ്. കാര്യം ഒരു ഡബിൾ അറ്റാക്ക് അല്ലേ QB3. യെസ്, മേറ്റിംഗ് അറ്റാക്കും കൂടെ അല്ലെ? ചെക്ക് വെച്ച് രണ്ടാമത്തെ ചെക്ക് 2 മൂവ് മേറ്റിനുള്ള പൊസിഷനാണ്. പിന്നെ ക്യൂൻ വെച്ച് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പം ബിഷപ്പ് മാറ്റിയില്ലെങ്കിൽ മേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ക്യൂൻ വെച്ച് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോണിനെ വെട്ടിട്ട് പിന്നെ അത് ട്രാപ്പ് ആകും റൂക്ക്. അപ്പൊ ഇവിടെ കളിച്ചത് ക്യൂനാണ് കളിച്ചത്. ക്യൂനെടുത്ത് ഇവിടെ വിട്ടു. കാര്യം ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂനെടുത്തിട്ട്. ഇപ്പൊ ക്യൂനെടുത്തിടുമ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങളായല്ലേ? ഇപ്പൊ തന്നെ പ്രശ്നത്തിലായില്ലേ അവര്? അത് ട്രാപ്പാക്കാം. അത് തന്നെയല്ല,
ഇവിടെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റത്തില്ല ഇമ്മീഡിയറ്റ്. പിന്നെ ഈ ബിഷപ്പ് ഒക്കെ മാറ്റി കാസ്റ്റ് കിങ് മിഡിലായി പോയി. കിങ് ഇപ്പൊ മിഡിലായി പോയി, അനങ്ങാൻ പറ്റത്തില്ല കിങ്ങിന് അവിടെ നിന്ന്. ഇനിയും ഡിലേ വരും, കാസ്റ്റിങ്ങിന് ഡിലേ വരും ഇനിയും. ശരി, നെക്സ്റ്റ് മൂവ് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നെക്സ്റ്റ് മൂവ് ഇതല്ല കളിച്ചത്, ഇതല്ല പറയും, ഇതല്ല കളിച്ചത്. സാർ ബിഷപ്പ് G5. ബിഷപ്പ് G5 അല്ല കളിച്ചത്, അല്ല, ഇതൊന്നുമല്ല കളിച്ചത്. Knight C3. നൈറ്റ് C3. എന്തുകൊണ്ട് നൈറ്റ് C3? നെക്സ്റ്റ് മൂവ് ഡെവലപ്മെന്റ് ചെയ്തു. ഇനി ബിഷപ്പിനെ മാറ്റിയിട്ട് ലോങ് സൈഡ് കാസിൽ ചെയ്യാം. യെസ്. അപ്പം വൈറ്റിൽ കളിച്ചിരിക്കുന്നത് മോർഫിയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കിങ്ങിന്റെ മിഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീസുകളെ കളിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നു അല്ലേ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പീസിനെ കളിയിലേക്ക് കൊണ്ടുവരിക, അല്ലാതെ ഇല്ലാത്ത ഈ പീസും കൊണ്ട് അവിടെ പോയി അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്തത്. പകരം എന്ത് ചെയ്തു, വേണം അറ്റാക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഇതും അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളും അഡ്വാൻറ്റേജ് ഇതാണ്, പീസിനെ കളിയിലേക്ക് കൊണ്ടുപോകും. ഒരു പീസിനെ കൂടെ കളിയിലേക്ക് പോകും. യെസ്. അപ്പൊ ഇവിടെ ബ്ലാക്ക് കളിച്ചത് ബ്ലാക്ക് C6. അതായത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. യെസ്. ഇപ്പൊ എന്തായിരിക്കും കളിച്ചത് വൈറ്റ്? ഗസ് ചെയ്യാവോ? ബിഷപ്പ് ബിഷപ്പ് G5. ബിഷപ്പ് E3 അല്ല കളിച്ചത്. കാര്യം ഇവിടെയൊക്കെ നമുക്ക് ഒരു പാസീവ് മൂവ്സ് കളിക്കാൻ പറ്റത്തില്ല, നല്ല ആക്റ്റീവ് മൂവ്സ് തന്നെ ഇവിടെ വേണം. ബിഷപ്പ് G5. G5, ബിഷപ്പ് G5 വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മൂവാണ്. ബിഷപ്പ് G5 ആക്റ്റീവ് മൂവേ പറ്റത്തുള്ളൂ. കാര്യം ഇവിടെ ബിഷപ്പ് G5 ഇട്ട് കഴിഞ്ഞാൽ എന്താ ത്രെട്ട്? അവിടുത്തെ ബിഷപ്പ് G5ന്റെ ത്രെട്ട് എന്താ? Pinned piece is a not good defense. യെസ്, ഇതാണ് ത്രെട്ട് അല്ലേ? ഇതാണ് ത്രെട്ട്. എന്താ അതുകൊണ്ട് ത്രെട്ട് എന്ന് പറയാൻ കാര്യം എന്താ? ത്രെട്ട് ആകുന്ന എപ്പോഴാ? അതിനെ വെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഫോൺ പോകും. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ പ്രിൻസിപ്പിൾസിൽ പറയുന്നതാണ്, ഒരു കാരണവശാലും ഒന്നല്ല, ഒരു റീസൺ ഇല്ലെങ്കിൽ നമ്മൾ ബിഷപ്പ് ഇൻറ്റു നൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത് അല്ലേ? എന്തെങ്കിലും റീസൺ വേണം. ഇതിപ്പം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്യൂൺ കൊണ്ടും വെട്ടാം, ഫോൺ കൊണ്ടും വെട്ടാം. ഫോൺ കൊണ്ട് വെട്ടിയാ അവിടത്തെ സ്ട്രക്ചർ ലീക്കാവും. ഫോൺ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഫോൺ സ്ട്രക്ചർ പോകും. അതിന് ഫോണിന്റെ സപ്പോർട്ട് പോകും. ക്യൂൺ കൊണ്ടാണ് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോൺ പോകും. അപ്പൊ അതാണ് റീസൺ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് വെട്ടും, മനസ്സിലായത്? നമ്മളത് ബിഷപ്പ് ഇൻറ്റു നൈറ്റ് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തക്കതായ റീസൺ അവിടെ വേണം, അല്ലെങ്കിൽ വെട്ടാൻ പാടില്ല. യെസ്. ഇപ്പൊ ഒപ്പോണന്റ് ഒരു മിസ്റ്റേക്ക് ആണ് ഇവിടെ കളിച്ചത്. നമ്മൾ സാധാരണ ബ്ലാക്കിലാണെങ്കിൽ നിങ്ങൾ എന്ത് കളിക്കും? D7 കളിക്കും അല്ലെ? ശരി. ഒപ്പോണന്റ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ് ചെയ്തേക്കുന്നത്. സാധാരണ സ്റ്റാർട്ടിങ്ങിലുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. പോൺ പുഷ് അറ്റാക്ക് ചെയ്തു. യെസ്. എല്ലാരും ഒന്ന് മൂവ് കണ്ടുപിടിച്ചേ. വൈറ്റ് മൂവ്, വൈറ്റ് എന്ത് കണ്ടു കളിച്ചു എന്നുള്ളത്. പൊസിഷന്റെ പ്രത്യേകത നമ്മൾ നോക്കണം. എന്താണ്? കിങ്ങിന്റെ മിഡിലാണ്. കിങ് മിഡിലാണ്. ബ്രിങ് ഓൾ പീസ് ഇൻ ടു പ്ലേ. പീസിനെ കളിയിലേക്ക് കൊണ്ടുവരണം. എലിമിനേഷൻ ഓഫ് ഡിഫൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട്. മേറ്റിംഗ് പാറ്റേൺസ് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം. പിന്നെന്താ? കിങ്ങിന്റെ അടുത്തേക്ക് പീസിനെ നമ്മൾ കൊണ്ടുപോകണം. ഒപ്പോണന്റിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നൈറ്റ് ഇൻറ്റു B5, പോൺ ഇൻറ്റു B5. ബിഷപ്പ് ഇൻറ്റു B5. ബിഷപ്പ് ഇൻറ്റു B5 ND7. വെക്കാം ഞാൻ. നൈറ്റ് ഇൻറ്റു വെട്ടി, ലോങ് കാസ്റ്റിംഗ്. ഇത് വെട്ടി, ഇത് വന്നു അല്ലേ? നൈറ്റ് വന്നു. യെസ്. എന്തുകൊണ്ട് ലോങ് കാസ്റ്റിൽ? ഷോർട്ട് കാസ്റ്റിൽ ചെയ്താൽ പോരെ? ലോങ് കാസ്റ്റിംഗ് ചെയ്താൽ റൂപ്പ് ഒരു ഓപ്പൺ ഫെയിലിയർ ഓപ്പൺ ആയതുകൊണ്ട് ലോങ് സൈഡ് കാസ്റ്റിംഗ് നല്ലത്. ഓക്കെ, രണ്ടുപേരും പറഞ്ഞത് ശരിയാ, കറക്റ്റാ. ഇപ്പൊ നമ്മൾ D5 ഓപ്പൺ ആണെങ്കിലാണ് നമ്മൾ ലോങ് കാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത്. D5 ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ലോങ് കാസ്റ്റിൽ ചെയ്യാം. അതല്ലെങ്കിൽ മിക്കവാറും കേസിൽ നമ്മൾ ഷോർട്ട് കാസ്റ്റ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ഇപ്പം ലോങ് കാസ്റ്റിലെ ഞാൻ ചെയ്യത്തുള്ളൂ. ചെയ്തിട്ട് നൈറ്റിനെ ഡിഫെൻസ് ചെയ്തില്ലെങ്കിൽ ആദ്യം വെട്ടും,
പോൺ വെച്ചിട്ട് സ്ട്രക്ചറും ക്യൂൺ വെച്ചിട്ട് മൈനർ കീസും പോകും. അപ്പൊ ഇവിടെ 000 ആണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ 000 ചെയ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇത്ര സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ക്യൂൺ സൈഡ് കാൻസൽ ചെയ്യാം. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെപ്പോഴും കിങ് സൈഡ് കാസ്ലിംഗ് ആയിരിക്കും നല്ലത്. കാര്യം ക്യൂൺ സൈഡ് കാസ്ലിംഗ് ചെയ്താലോട്ടോ കുഴപ്പം എന്താണെന്ന് വെച്ചാല് മിക്കവാറും കേസിൽ ഒരു പോണിന് ഡിഫൻസ് കാണത്തില്ല. പിന്നെ കിങ് ഒന്നുകൂടെ കളിക്കേണ്ടി വരും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ. ഡിഫൻസ് ചെയ്യുന്നുണ്ട്. ക്യൂൺ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ ഇതായിരുന്നു മൂവ്. യെസ്. ഒപ്പോണന്റ് എന്ത് ചെയ്യും? ഒപ്പോണന്റെ മൂവ് എന്തായിരിക്കും? ബ്ലാക്കിന്റെ മൂവ് ലോങ് കാസ്റ്റിംഗ് ആയിരിക്കും. റൂക്ക് D8. റൂക്ക് D8. റൂക്ക് D8. യെസ്. യെസ്. നിങ്ങൾക്ക് മൂവ് പറയാൻ പറ്റുമോ നോക്കി? റൂക്ക് D2. റൂക്ക് D2 ഡബിൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? റൂക്ക് D2 നല്ല മൂവ് ആണ്. പക്ഷെ ഇവിടെ റൂക്ക് D2 അല്ല കളിച്ചത്. ബിഷപ്പിന്റെ ക്യൂൻ A4. അല്ല, അതൊന്നും അല്ല കളിച്ചത്. ഇവിടെ നല്ല മൂവ് ആണ് കളിച്ചേക്കുന്നത്. വെയിറ്റ്. ബിഷപ്പിന്റെ F6. ബിഷപ്പ് ഇൻറ്റു F6 അല്ല കളിച്ചത്. ക്യൂൻ A4. ഓ, ഇതിനകത്ത് ബെസ്റ്റ് മൂവ് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ക്യൂൻ D3. വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മൂവാണ്. കാര്യം നമുക്കറിയാം ബിഷപ്പ് ക്യൂൻ കിങ്ങിന്റെ മിഡിലാണ്. കിങ്ങിന്റെ മിഡില് നമ്മൾ എന്താ ഡൈനാമിക് അഡ്വാൻറ്റേജ് ആണ്. ഡൈനാമിക് അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പെട്ടെന്ന് അത് എടുക്കാനായിട്ട് നോക്കും. D7. റൂക്ക് ഇൻറ്റു D7, നൈറ്റ് ഇൻറ്റു D7. അപ്പൊ ബിഷപ്പ് ഇൻറ്റു റൂക്ക് ഇൻറ്റു D7, റൂക്ക് ഇൻറ്റു D7. റൂക്ക് D8. റൂക്ക് D1. റൂക്ക് D1. ഓക്കെ. റൂക്ക് ഇൻറ്റു D7. നൈറ്റ് വെച്ച് വെട്ടാൻ പറ്റത്തില്ല അല്ലേ? ക്യൂൺ പോവും. വെട്ടി റൂക്ക് D1. അപ്പൊ ഇത് തന്നെയാണ് കളിച്ചേക്കണേ. റൂക്ക് D1 അറ്റാക്കാണ്. അപ്പോ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഡിഫൻസ് ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. അപ്പോ അവര് ചെയ്ത മൂവ് ഇതാണ്. അതാണ് കളിച്ചേക്കണേ. ഇനി എന്ത് ചെയ്യും? എല്ലാരും ഒന്ന് ആലോചിച്ച് നല്ലപോലെ ആലോചിച്ചിട്ട് ആൻസർ കിട്ടിയിട്ട് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ബിഷപ്പ് ഇൻറ്റു D7. ആ. അപ്പൊ നൈറ്റ് ഇൻറ്റു വെട്ടുമ്പോ ക്യൂൻ D8. ക്യൂൻ D8 അത് കഴിഞ്ഞ് മേറ്റ്. ആ. സബ് ബിഷപ്പ് D8 വെച്ചിട്ട് D8 വെക്കും. ഇതായിരുന്നു ഈ മാറ്റ്. മാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ? എന്തുവായിരുന്നു ഈ ഇതിന്റെ പേര്? ഒപ്പേറ മാറ്റ്.